വളപ്പിൽ പോയപ്പോൾ 2 ചക്ക വീണ് കിടക്കണം. ഒന്ന് നല്ല പഴുത്തിരിക്കണം, ഒന്ന് പാകത്തിന് പഴുത്തിക്കണം. ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക കേട്ടോ. താഴത്തെ ചക്ക ഉണ്ട്, ഒന്നും മൂത്തിട്ടില്ല. പക്ഷെ മുകളിലാണ് മൂത്ത ചക്ക മൊത്തം. പിന്നെ കുറേ പഴമാങ്ങയും കിട്ടി. പുളിമാങ്ങയാണിത്. ഇത് നല്ല പഴുത്തുണ്ടെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ. പിന്നെ കറി വെക്കാനും പറ്റും. പഴമാങ്ങ കറി വെക്കാം. അതുപോലെ രണ്ടും ഉണ്ട്, മൂപ്പില്ലാത്തതും ഉണ്ട്, മൂപ്പ് കുറഞ്ഞതും ഉണ്ട്. കണ്ണിമാങ്ങ പോലത്തെ. കണ്ണിമാങ്ങ ഞാനെന്ത് കേട്ടു ഉപ്പിലിട്ട് വെക്കും മുറിച്ചിട്ട്. മറ്റേത് കറി വെക്കുക അല്ലെങ്കിൽ വരത്തിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല മാങ്ങ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ. കുറേ ഇടക്കിടക്ക് കിട്ടും. ചക്ക ആദ്യമായിട്ട് കിട്ടുകയാണ്. ഈ ചക്ക എങ്ങനെയാണെന്നറിയോ? മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. മുകളിൽ നിന്ന് താഴത്ത് ഇങ്ങനെ വീഴും. ഇടക്കിടക്ക് പോയി നോക്കണം എന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇടക്കിടക്ക് പോയി നോക്കി അങ്ങനെ ഓരോ ചക്കയും കിട്ടും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട് ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളപ്പിൽ പോയപ്പോൾ 2 ചക്ക വീണ് കിടക്കണം. ഒന്ന് നല്ല പഴുത്തിരിക്കണം, ഒന്ന് പാകത്തിന് പഴുത്തിക്കണം. ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണിത്. പിന്നെ താഴത്തെ ചക്ക ഉണ്ട്, പക്ഷേ മൂപ്പായിട്ടില്ല. മുകളിലാണ് നല്ല മൂത്തായിരിക്കുന്നത്. പിന്നെ കുറേ പഴമാങ്ങയും കിട്ടി. നല്ല പഴുത്തുണ്ടെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ. പിന്നെ കറി വെക്കാനും പറ്റും. പഴമാങ്ങ കറി വെക്കാം. അതുപോലെ രണ്ടും ഉണ്ട്, മൂപ്പില്ലാത്തതും ഉണ്ട്, മൂപ്പ് കുറഞ്ഞതും ഉണ്ട്. കണ്ണിമാങ്ങ പോലത്തെ. കണ്ണിമാങ്ങ ഞാനെന്ത് കേട്ടു ഉപ്പിലിട്ട് വെക്കും മുറിച്ചിട്ട്. മറ്റേത് കറി വെക്കുക അല്ലെങ്കിൽ വരത്തിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല മാങ്ങ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ. കുറേ ഇടക്കിടക്ക് കിട്ടും. ചക്ക ആദ്യമായിട്ട് കിട്ടുകയാണ്. ഈ ചക്ക എങ്ങനെയാണെന്നറിയോ? മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. മുകളിൽ നിന്ന് താഴത്ത് ഇങ്ങനെ വീഴും. ഇടക്കിടക്ക് പോയി നോക്കണം എന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇടക്കിടക്ക് പോയി നോക്കി അങ്ങനെ ഓരോ ചക്കയും കിട്ടും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട് ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.